മലയാളം ഒമാൻ ചാപ്റ്റർ 69 കേരള പിറവി മലയാള സന്ധ്യ എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം ഡോക്ടർ CM നജീബ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഒമാൻ ചാപ്റ്റർ വൈസ് ചെയർമാൻ സദാനന്ദൻ എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. പ്രവാസി എഴുത്തുകാരായ അഫ്സൽ ബഷീർ, ശശികല നായർ, സെബ ജോയ്ക്കാനം, പ്രിജിത സുരേഷ് തുടങ്ങിയവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. കൾച്ചറൽ കോർഡിനേറ്റർ രാജൻ വി കോക്കൂരി എഴുതിയ ബോൺ ടു ഡ്രീം എന്ന പ്രമുഖ വ്യവസായിയായിരുന്ന ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് വിപ്ലവം സൃഷ്ടിച്ച BPL സ്ഥാപകൻ TPG നമ്പ്യാരെ പറ്റിയുള്ള പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഡോക്ടർ CM നജീബ് സദാനന്ദൻ എടപ്പാളിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. CM നജീബ് സാർ പ്രിയപ്പെട്ട സദാനന്ദേട്ടന് നൽകി പ്രകാശനം നടത്തുന്നു. ഇന്ത്യൻ ഇലക്ട്രോണിക്സ് കമ്പനിയായ BPLന്റെ 3 സ്ഥാപകരുടെ പ്രചോദനമായ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിന്റെ ആമുഖം. രാജേട്ടന് മലയാളം ഒമാൻ ചാപ്റ്ററിന്റെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. ജനറൽ സെക്രട്ടറി രതീഷ് പട്യാത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രക്ഷാധികാരി ഹസ്ബുള്ള മദാരി, ഉപദേശക സമിതി അംഗം ഡോക്ടർ രശ്മി കൃഷ്ണൻ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കൺവീനർ അജയൻ പൊയ്യാറ, അഡ്വക്കേറ്റ് പ്രസാദ്, അനീഷ് കടവിൽ, ഇൻകാസ് പ്രസിഡന്റ് അപർണ വിജയൻ, മനോഹരൻ കണ്ടൻ, സിദ്ദിഖ് AP കുഴിങ്ങര, മനോഹർ മാണിക്കത്ത്, തിച്ചൂർ സുരേന്ദ്രൻ, നിസാർ ഇസ്തുമിഷ്, റഷീദ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മസ്കറ്റ് പഞ്ചവാദ്യം അവതരിപ്പിച്ച ഇടയ്ക്ക, വാദ്യലയം നന്മ കൂട്ടായ്മ അവതരിപ്പിച്ച തിരുവാതിര, കബീർ യൂസുഫ് സംവിധാനം ചെയ്ത മയക്കുമരുന്നിനെതിരെയുള്ള പാറു ഹ്രസ്വചിത്ര പ്രദർശനം തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സത്യനാഥ് K, ഗോപിനാഥ്, അനിൽ, ജോർജ് അട്ടിപ്പേറ്റി, അശോകൻ വള്ളിക്കാവ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി.